പറഞ്ഞതങ്ങനെ തന്നെ പാതിരാവായല്ലോ പത്നി. കുറഞ്ഞൊന്നുറങ്ങട്ടെ ഞാൻ ഉലകിരേഴും. നിറഞ്ഞ കൃഷ്ണനെ കാൺമാൻ പുലർക്കാലെ പുറപ്പെടാം. അറിഞ്ഞു വല്ലതും കൂടെ തന്നയക്കേണം. ത്രിഭുവനമടക്കി വാണിരുന്നരുളുന്ന മഹാ പ്രഭുവിനെ കാൺമാൻ കൈക്കലേതും കൂടാതെ സ്വഭവനത്തിങ്കൽ നിന്നു ഗമിക്കരുതാരും കൈക്കു. ലിഭവുമാമിലയുമാം കുസുമവുമാം അവിലുമാം മലരുമാം ഫലവുമാം യഥാശക്തി മലർക്കന്യമണവാളാനൊക്കെയുമാകും. ഇപ്രകാരം ഭർത്താവിൻ്റെ വാക്കു കേട്ടിട്ടനന്തരം വിപ്രഭാമിനി യാചിച്ചു കൊണ്ടെന്ന ധാന്യം. ക്ഷിപ്രമിരുട്ടത്തിടിക്ക കൊണ്ടു കല്ലു നെല്ലുമേറു മപ്രോധോഗം പൊതിഞ്ഞൊരു തുണിയിൽ കെട്ടി. കാലത്തെഴുന്നേറ്റു കുളിച്ചു തുവന്ന പതിയുടെ കാലടി വന്നിച്ചു പൊതി കയ്യിൽ കൊടുത്തു. കൂലം കഷ കുതൂഹലം കൂടയുമെടുത്തിട്ടനു കൂലയായ പത്നിയോടു യാത്രയും ചൊല്ലി.